ഇതിനകത്ത് ഒരുമിച്ച് നമ്മളെ കുത്തിവരുത്തിയത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ആരെങ്കിലും ഇതിനകത്ത് പ്രാപിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നുവോ? കർത്താവെ, കടന്നു വന്ന ജനത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവരേതൊക്കെ വിഷയത്തിലൂടെ ഭാരപ്പെട്ടാണ് വന്നിരിക്കുന്ന അടിയൻ അറിയുന്നില്ല എങ്കിലും ഹൃദയങ്ങളെ കാണുന്ന ഒരുവൻ ഇതിനകത്തുനിന്ന് പകൽ ഇറങ്ങുന്നതിനായി ഞങ്ങൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവസ്നേഹം ഇതിനകത്ത് ഒഴുകട്ടെ കർത്താവേ. ജനം വിടിവിക്കപ്പെടട്ടെ കർത്താവേ. പ്രതികൂലങ്ങൾ മാറട്ടെ കർത്താവേ. ശത്രു ഒതുക്കി കെട്ടിവെച്ചതൊക്കെ ഇന്ന് പകൽക്കാലം ഇടിഞ്ഞു മാറട്ടെ കർത്താവേ. അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ, അല്ലാത്തവർ ഹല്ലേലൂയ 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 സ്തോത്രത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിങ്ങൾ അതരങ്ങളെ തുറന്ന് ഹൃദയം പൂർണ്ണമായി ദൈവസന്നിധി വിട്ടുകൊടുത്ത് യേശുവേ എന്റെ ചാരത്തേക്ക് ഒന്ന് ഇറങ്ങി വരുവാൻ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ പറ്റും? ഹല്ലേലൂയ. വിടിവിക്കുവാൻ ഒരു മനുഷ്യനാവത്തില്ല കേട്ടോ. വിടിവിക്കുവാൻ കഴിവുള്ളവൻ യേശു മാത്രമാ. അവന്റെ നാമമല്ലാത്ത മേല ഒരു നാമവും ഇല്ല കേട്ടോ. ദൈവശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, നാസറേയ യേശുവിന്റെ നാമത്തിൽ ചില ചങ്ങലകളിൽ നിന്ന് പകൽ പൊട്ടുന്നതിനായി സ്തോത്രം. ആരും മൗനമായി ഇരിക്കരുതേ. നിങ്ങളുടെ വിഷയങ്ങൾ കാണുന്ന ഒരു മിനിറ്റിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരുവാൻ ഒരു മിനിറ്റിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ആരും മൗനമായി ഇരിക്കാതെ ഹൃദയം ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ. അവനോട് സംസാരിക്കുക. ഒരു മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത ദൈവത്താൽ സാധ്യമാകും. വചനം പറയുന്നത് കേൾക്കുവാൻ കഴിയാത്ത വണ്ണം ചെവി മങ്ങിച്ചു പോയിട്ടുമില്ല, പിടിവിപ്പാൻ കഴിയാത്ത വണ്ണം അവനെ കൈ കുറുകി പോയിട്ടുമില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളെ പിടിവിപ്പാൻ ശക്തനായ ഒരുവൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ശബരമധര ഉടകാരകതം വൈഡം പ്രവരന്തം ചൂടാ രാഗ രീഗ രീഗനവശേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ നമുക്ക് പറ്റത്തില്ല പ്രിയരെ. മനുഷ്യൻ നമ്മളെ തള്ളിക്കളയും, കൂടെ നിൽക്കാമെന്ന് പറയും. പക്ഷെ തള്ളിക്കളയാത്ത ഒരുവൻ നമ്മളെ കണ്ടതുകൊണ്ടാണ് ഇന്ന് ഇതിന്റെ അകത്ത് നമ്മളായിരിക്കുന്നത്. ദൈവസ്നേഹം ഇതിൽ ഒഴുകുന്നതിനായി സ്തോത്രം കർത്താവേ. ഓരോ ജനത്തിനോടും വ്യക്തിപരമായി, പേരുപരമായി കർത്താവ് ജനത്തിനോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ സാന്നിധ്യം കൊണ്ട് നിറയട്ടപ്പാ. കർത്താവെ, ഞങ്ങളുടെ ബലം കൊണ്ടോ ശക്തി കൊണ്ട് ഇതിനകത്ത് ഒന്നും നടക്കത്തില്ല. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യം ഇതിനകത്തേക്ക് ഒഴുകട്ടെ. പരിശുദ്ധാത്മാവേ, ശക്തമായ അടിയനോട് സംസാരിക്കണമേ. ജനത്തിന് ആവശ്യമുള്ള മന്ന പൊഴിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവേ ശക്തമായ അടിയനെ ഉപയോഗിക്കണമേ. ഈ ദേശത്തോട് പോരാടി നിൽക്കുന്ന സകല പോരുകളെയും ഇന്ന് പകൽ ആത്മാവിൽ ഞങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ശമനാരകനമ ശംദരാരകനം വൈഡം പ്രഭുതവരം തരാതര അറകാനകസ്തൂരാതര വൈഡം പ്രഭുതവരം തരാതര തരതര ശംദരാതര. മഹത്വത്തിന്റെ രാജാവേ, മഹത്വത്തിന്റെ രാജാവേ, അങ്ങയുടെ സാന്നിധ്യം ഇതിന്റെ അകത്തൊന്ന് കണ്ടേ അപ്പാ. ഈ ജനം വിടിവിക്കപ്പെടേണ്ടതിന് ശത്രു അപകരിച്ചു കൊണ്ടുപോയതല്ല. ഇന്ന് കർത്താവേ, ഞങ്ങൾ മടക്കി കൊടുക്കുവാൻ ശക്തനായ ദൈവമെന്ന് ഞങ്ങൾ വിളിച്ചറിയുന്നു കർത്താവേ. ഈ ജനം സ്നേഹത്തോടെ ആയിരിക്കാൻ, പരസ്പരം സ്നേഹിക്കുവാൻ കർത്താവ് ഓരോ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം തൊട്ടാട്ടെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ മറക്കണം. യേശുവേ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. നമ്മൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും എവിടെയൊക്കെ ഓടിയാലും കർത്താവ് നമുക്ക് വിടുതൽ തരത്തില്ല. ഹല്ലേലൂയ.
അടകാലകരം വൈഡം പ്രഭതവരം ചരാധരാധര. ഒരു മിനിറ്റ് കർത്താവിലേക്ക് ഹൃദയങ്ങളെ ഒന്ന് വിട്ടുകൊടുത്തേ. ഹല്ലേലൂയ. മറക്കാനും ഓർക്കാനും പറ്റാത്ത വിഷയം കർത്താവോട് പറ. എനിക്ക് പറ്റത്തില്ല അവരെ മറക്കാനുവാൻ, അവരെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എങ്കിലും കർത്താവിന്റെ നാമത്തിന് അവരോട് ക്ഷമിച്ചിരിക്കുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളെ അടച്ചു സൗണ്ട് ഒന്നും ശരിയല്ല. ഇന്നലെ യാത്രയായിരുന്നു. എങ്കിലും കർത്താവ് ഇത്രത്തോളം നടത്തി വിധങ്ങളോട് ദൈവത്തിന് നന്ദി പറയുന്നു. വലിയ കാര്യങ്ങൾ ഇതിനകത്ത് കർത്താവ് ചെയ്തെടുക്കും. വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കണമെങ്കിൽ നിങ്ങൾ എന്നോടുകൂടെ സഹകരിച്ച് നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി വിട്ടുകൊടുത്ത്, ശരീരം പൂർണ്ണമായി വിട്ടുകൊടുത്ത് കർത്താവിനോട് പറയണം നിങ്ങളുടെ വിഷയങ്ങൾ. കർത്താവിനോട് എത്രമാത്രം നിങ്ങൾ ഇടപെടുന്നവോ അത്രമാത്രം കർത്താവ് എന്നിലൂടെ പ്രവർത്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആരും പെണ്ണരുത്, സിസ്റ്റർ പ്രാർത്ഥിച്ചില്ല, സിസ്റ്റർ മിണ്ടിയില്ല. നിങ്ങളോട് ഞാൻ ഇടപെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായിട്ടൊരു ബന്ധം വേണം. ബന്ധമുണ്ടെങ്കിൽ മാത്രമേ കർത്താവ് നിങ്ങളോട് ഇടപെടത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് മൗനമായി പ്രാർത്ഥിച്ച് ആരോടെങ്കിലും ക്ഷമിക്കുവാനോ ഓർക്കുവാനോ പറ്റില്ലാത്ത വിഷയം കർത്താവിൻ്റെ കരത്തിലൊന്ന് കൊടുത്തേ. കർത്താവിൻ്റെ കരത്തിലേക്ക് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ജനത്തിന് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നപ്പ. ഇതിൻ്റെ അകത്ത് ഹൃദയം മുറിഞ്ഞവരുണ്ട് കർത്താവേ, പ്രതികൂലത്തിലൂടെ പോകുന്നവരുണ്ട് കർത്താവേ, മറക്കാനും പൊറുക്കാനും പറ്റാത്ത വേദനകൾ ഇതിൻ്റെ അകത്തുണ്ട് കർത്താവേ, ദ്രോഹിച്ചവരോട് ക്ഷമിക്കുവാൻ പറ്റാത്തവരുണ്ട് കർത്താവേ. ഇന്ന് പകൽക്കാലം ആ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധമായി ശക്തമായി ഒന്ന് ഇടപെട്ടാട്ടെ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ആമേൻ. ദൈവത്തിലല്ലാതെ മറ്റൊന്നിലും നമുക്ക് ആശ്രയമില്ല കേട്ടോ. ഒരു മനുഷ്യന്റെ കരത്ത് നിങ്ങളെ തഴകത്തില്ല. അവൻ നിങ്ങളെ കുറ്റം പറയും, പക്ഷെ കുറ്റം പറയാത്ത ഒരുവിനടുക്കിലേക്കാ. നമ്മൾ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മൾ ഒരപ്പൻ്റെ മക്കളാണ്. നമ്മൾ പല പല കുടുംബത്തിൽ നിന്നൊക്കെ ആയിരിക്കും വന്നത്, പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരപ്പൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഒരാളുണ്ടെന്നേ, നമ്മളെ സ്നേഹിക്കുവാൻ ഒരാളുണ്ടെന്നേ. ആമേ, ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളോ ഭർത്താവോ ഭാര്യയോ മറ്റാരും നിങ്ങൾ സ്നേഹിച്ചില്ല എങ്കിലും സ്നേഹിക്കുന്ന, ഹല്ലേലൂയ, നമ്മളെ മുറുകെ പിടിക്കുന്ന ഒരുവരുണ്ടല്ലേ. ഞാനൊക്കെ എങ്ങോ മാറ്റപ്പെട്ടു പോകേണ്ട വിഷയത്തിലൂടെയൊക്കെ കടന്നു പോയതാണെന്നറിയോ. ഒരു കാലത്തൊക്കെ ഞാൻ തകർന്ന് തരിപ്പണമായി എൻ്റെ ലൈഫ് തീർന്നു എന്ന് പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ കർത്താവ് എന്നെ കൊണ്ടുവന്നത്. എന്നെ ഇത്രത്തോളം കൊണ്ടുവരാമെങ്കിൽ എത്രത്തോളം നിങ്ങളെ ഇതിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചേ നിങ്ങൾ. ഹല്ലേലൂയ. പരിശുദ്ധമായി എന്നോട് എനിക്ക് സ്വസ്ഥത തരാതെ പറയാ. ജനം പ്രാർത്ഥിച്ചേ, പ്രാർത്ഥിച്ചേ, നിങ്ങളുടെ ഹൃദയം വിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ശബാരബ. നിങ്ങൾ ഇവിടെ നിന്ന് കേട്ടുകൊണ്ട് പോകുമ്പോൾ ഈ സ്റ്റെപ്പ് വിട്ട് പോകുമ്പോൾ നിങ്ങളത് തീർത്ത് കളയരുത് കേട്ടോ. നിങ്ങൾക്ക് ദൈവവുമായിട്ട് എപ്പോഴും ഒരു ബന്ധം വേണം. ഹല്ലേലൂയ. അപ്പുറമായി യേശുമായിട്ട് എപ്പോഴും നമുക്കൊരു ബന്ധം. നിങ്ങൾ സംസാരിക്കണം. നമ്മുടെ ഫ്രണ്ട്സിനോടും അവരോടും ഇവരോടും നമ്മൾ എന്തെല്ലാം വിശേഷങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു സമയം കണ്ടെത്തി നമ്മൾ ദൈവവുമായിട്ട് നമ്മൾ സംസാരിക്കണം. ഇന്നലെയൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കി. വചനം 37 സങ്കീർത്തനത്തിൽ പറയണ പോലെ യഹോവയെ രുചിച്ചറിയുക. ഹല്ലേലൂയ. യഹോവയെ തന്നെ രസിച്ചു കൊടുക്കാം. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിനക്ക് തരാമെന്ന് പറഞ്ഞ വചനം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ എന്ത് ആഗ്രഹമുണ്ടോ അത് കർത്താവിലേക്ക് വിട്ടുകൊടുക്കും. കർത്താവ് നമുക്ക് വേണ്ടി നടത്തി തരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലൊക്കെ അനുഭവിച്ചു പോരുന്ന ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ എൻ്റെ ലൈഫിൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. ഈ വചനത്തിൽ പറയുന്നതൊന്നും വെറുതെയല്ല, ഒരു പൊട്ടത്തരമല്ലത്. കർത്താവ് നമ്മളോട് സംസാരിച്ച് പ്രവാചകന്മാരോട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഹല്ലേലൂയ. എത്ര പേരുടെ സന്തോഷത്തോടെയായിരിക്കും, എത്ര പേരുടെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കാൻ പറ്റും. ഹല്ലേലൂയ. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു. തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കും. നമുക്ക് ടെൻഷൻ വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. ഞാൻ ഒരു മാസമൊക്കെ എൻ്റെ ഡ്രൈവർ പോയപ്പോൾ ഒത്തിരി സങ്കടം വന്നു എനിക്ക്. പക്ഷേ ദൈവം അവിടെ കൈവിട്ടില്ല.
ദൈവം എന്നെ താങ്ങുവാനായിട്ട് കുറേ ആൾക്കാരെ തന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒന്നൊക്കെ പ്രവർത്തിക്കുമ്പോൾ അത് കുറേ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ എത്രത്തോളം ദൈവം നമ്മളെ സ്നേഹിക്കുന്നതല്ലേ. നമ്മൾ ആ ദൈവത്തിന് എന്തെങ്കിലും സമയം വേർതിരിച്ച് കൊടുക്കുന്നുണ്ടോ? നമ്മൾ തിരക്കിട്ട ജോലി അത് നമ്മൾ 5 മിനിറ്റ് 10 മിനിറ്റ് ദൈവത്തിന് വേണ്ടി സമയം വേർതിരിക്കും. കേട്ടോ, നിങ്ങളെല്ലാവരും സമയം വേർതിരിച്ച് കർത്താവിനോട് സംസാരിക്കണം. നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ വിഷയം പറയില്ല, കാണില്ല. അപ്പോൾ ദൈവത്തോട് പറഞ്ഞു എന്താ കുഴപ്പം നമുക്ക്, അല്ലേ? നമ്മൾ പറയും നമ്മുടെ വിഷയത്തിന് പരിഹാരം യേശുവിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ യഹോവയെ തന്നെ രസിച്ചു കൊടുക്കുക. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നിനക്ക് തരാമെന്ന്. അപ്പൊ യഹോവയെ തന്നെ നമ്മൾ ദൈവത്തോട് ആശ്രയം വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കാണുമ്പോൾ ഇപ്പൊ ഞാൻ എന്നെ പറയും ഇപ്പൊ സുമാസിച്ച് ഭയങ്കര സാധനം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമായിരിക്കും. പക്ഷെ എൻ്റെ അപ്പം പറയുമോ അല്ലേ? എൻ്റെ അപ്പം പറയില്ല, എൻ്റെ മോക്കട മനസ്സ് നല്ലതാണ്, ഞാൻ എൻ്റെ കൊച്ചിൻ്റെ മനസ്സ് കണ്ടിട്ട ഞാൻ അഭിഷേകം പകർന്നേന്ന് പറയും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പുറമേ കണ്ട് വിധിക്കും, ദൈവം അകമേ കണ്ട് നമ്മളെ ഉയർത്തും, അല്ലേ? അതാണ് യഹോവയെ തന്നെ രസിച്ചു കൊള്ളാൻ നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നഷ്ടപ്പെട്ടതൊക്കെ തമ്പുരാൻ വിളിക്കും. എത്ര പേർ വിശ്വസിക്കുന്നത്? കരങ്ങളെ ഒന്ന് തട്ടി ദൈവത്തിന് മഹത്വമാക്കാം. തീർന്നു പോയില്ലെന്നും നഷ്ടപ്പെട്ടു പോയെന്നും ഇനി കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഞാനും ആ ഒരു അവസ്ഥയോടെയൊക്കെ അങ്ങനെ പോയതാ, കിട്ടത്തില്ല, തകർന്നു പോയി എന്ന്. പക്ഷെ കർത്താവിന്റെ വാചന ഇന്നലെ എനിക്ക് 37 സങ്കീർത്തനം 4-5 ഇന്നലെ എനിക്ക് ഒത്തിരി ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ പറ്റി. ഈ യഹോവയെ തന്നെ രസിച്ചു കൊടുക്കാതെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിനക്ക് തരാമെന്ന്. ഹല്ലേലൂയ. പരിശുദ്ധമായ ശക്തമായ ജനത്തിനോട് ഇടപെടുക. ഹൃദയം ഒന്ന് പൂർണ്ണമായി ജനം വിട്ടുതരുന്നില്ലെന്ന് വിശുദ്ധമാരോട് പറയുന്നു. എനിക്ക് പ്രാപിക്കേണ്ടത് ഇതിൻ്റെ അകത്ത് വന്നേക്കണേ. അപ്പൊ നമ്മളൊരു കാണികളെ പോലെ ആയിരിക്കുന്നത്. നിങ്ങൾ അപ്പുറം ഇപ്പുറം ഇരിക്കണവരെ ഒന്നും നോക്കണ്ടെന്നേ. അപ്പുറം ഇപ്പുറം ഇരിക്കണവരെ ഒന്നും നമുക്കുടെ ലൈഫിൽ ഒന്നും തരില്ല, അല്ലേ? വേണ്ടി യേശുവിളിച്ച് ഒരു പോട്ടെ സിസ്റ്റർ, സങ്കടം പോട്ടെ എന്ന് അത്രേ പറയാൻ പറ്റത്തുള്ളൂ. അത് കൂടെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ കർത്താവിലേക്ക് ആശ്രയിച്ച കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ അവിടെ ചേർത്ത് പിടിക്കും. പെറ്റമ്മ തള്ളി പറഞ്ഞാലും തള്ളി പറയാത്തവനാ നമ്മുടെ യേശു, അല്ലേ? ദാസൻ പാടിയതുപോലെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരുവിനടിക്കലാണ് നമ്മൾ വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങളെ ഒന്ന് തട്ടി ദൈവത്തിന് മഹത്വം കാട്ടി. കർത്താവേ, ഇതിൻ്റെ അകത്ത് വലിയ സ്വാധീനം ഇറങ്ങേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപിസ്ഥനായി ഹല്ലേലൂയ. കർത്താവേ, ജനത്തിനോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് സംസാരിച്ചാട്ടെ. ഹല്ലേലൂയ, വ്യക്തമായി സംസാരിച്ചാട്ടെ. കർത്താവേ, ഇന്ന് പകൽ ഇന്ന് വരെ കാണാത്ത ഒരു വിടുതലിന്റെ പകലായി ജനത്തിന്റെ മേൽ കൈമാറണമെന്ന് ഞാൻ ഹല്ലേലൂയ കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോ. ഹൃദയം നുറുങ്ങിയവരും തളർന്നു പോയവരൊക്കെ ഇതിനകത്തുണ്ട്. ഇന്ന് കർത്താവിന്റെ മഹിമാന്റെ സാക്ഷിയാകുവാൻ അഭിഷേകത്തിന് നിറഞ്ഞു നിൽപ്പാൻ സ്വർഗം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അക്കരങ്ങളെ ഉയർത്തി ആ ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുക്കാമോ? ഇങ്ങനെ ഓർമ്മിക്കാൻ പോവുകയാണ്. അവകാശ തർക്കങ്ങളെ പരിശുദ്ധം എടുത്തു കളയും കേട്ടോ. അദ്ദേഹത്തെ എനിക്ക് ഭാരപ്പെടുന്ന ഒരു വിഷയമുണ്ട്. മറച്ചാട്ട് കാലത്ത് തന്നെ കർത്താവിനോട് നീ സംസാരിക്കുന്ന കുഞ്ഞാണെന്ന് യേശുപ്പാന്ന് വിളിച്ച് ചില പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കർത്താവ് തന്നെ കേട്ടോ. നിങ്ങളുടെ കുടുംബത്തിലെ ഈ കുഞ്ഞു മനസ്സത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഹൃദയങ്ങളെ കാണുന്ന ഒരു ബന്ധത്തിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബാല്യകാലത്തിൽ തന്നെ ഒരുപാട് വേദനയോടെ കടന്നുപോയ കുഞ്ഞാണുകൾ എവിടെ ഉറച്ചു നിൽക്കണമെന്ന് ചിന്തിക്കുന്ന ചിന്തകളിൽ കർത്താവ് വിടിവിക്കും.
ഭയം മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. എന്നെ വിട്ടു കൊടുക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന രക്തം ചേർത്ത് മുദ്ര വെക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന്റെ മേല് അത്ഭുതകരം ചലിച്ച് രോഗബന്ധനങ്ങൾ അഴിയട്ടെ. പൂർണ്ണ ആരോഗ്യവാനാക്കി നിന്നെ മാറ്റും. പൂർണ്ണതയോട് അഭയം നിനക്ക് കർത്താവ് തരും. നിങ്ങളുടെ നാമത്തിന്റെ മകനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തിലെ മുടക്കി കളയുവാൻ, പഠനത്തിൽ മന്ദത കൊണ്ടിട്ട് പഠിക്കുവാൻ മടിയുണ്ടാക്കുന്ന സകല വിഷയത്തിന്റെ പേരും എന്റെ കർത്താവിനെ പറയത്തക്ക കാലത്തിൽ നിന്റെ കവനുകൾക്ക് ബലം തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. നീ നിൽക്കുന്ന ഇടം കുഴിഞ്ഞു പോകത്തില്ല കേട്ടോ. അവിടെ ദൈവദൂതന്മാർ നിനക്ക് വേണ്ടി കാവലായിരിക്കും. ഈ ദൈവകരത്തിലായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. വാക്ക് പറഞ്ഞ ദൈവം വാക്ക് മാറത്തില്ല കേട്ടോ. ചെതറിക്കിടന്നതും നഷ്ടപ്പെട്ടതും കർത്താവ് മടക്കി തരുവാൻ ശക്തനായ ദൈവമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. എന്നെ കാണിക്കുന്ന ഒരു ഷോപ്പ് കൂടി കർത്താവ് ഇവിടെ നിന്നൊരു വളർച്ചയുണ്ട് കേട്ടോ. ഒരു കുതിപ്പാത് കുതിക്കും. ശമതര ജലതര മനാര കസ്തൂരാചരം അനാനപരവ ശബ്ദം. ഞാൻ ആത്മാവിങ്ങനെ ഒരു കാഴ്ച കാണുന്നു. ഒരു ദൂതൻ അതിനുള്ളിൽ കയറി നിന്നിട്ട് ഒരു വെളിച്ചം വീശുന്നത് പോലെ ഇതിന് ആർക്കും തകർക്കുവാനോ ഒതുക്കുവാനോ കഴിയത്തില്ല കേട്ടോ. നിന്റെ ഭവനത്തിൽ നിന്ന് കയറി വന്നത് നീ നശിച്ചു പോകത്തോളൂ. നീ ഉയരത്തിൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ചില എതിർ പ്രാർത്ഥനകളെ ആത്മാവിൽ നീ ഇനി ഉയരത്തിൽ നിന്ന് പറഞ്ഞവരെ മുന്നിൽ തല ഉയർത്തത്തക്ക നിലവാരത്തിൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ചാർച്ചക്കാരിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നും ഭവനത്തിൽ നിന്നും കയറി വന്ന ഇത് പ്രാർത്ഥനയുടെ എല്ലാ പ്രാർത്ഥനകളെയും ആത്മാവിനെ ബ്രേക്ക് ചെയ്യുക. ഒഴുതൻ ചെറുകടിയിൽ കുഞ്ഞിനെ മറയ്ക്കുപോലെ മറയ്ക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാട്ട്. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും പെറ്റമ്മ തള്ളിപ്പറഞ്ഞാലും തള്ളിക്കളയാത്ത ഒരുവൻ നിനക്ക് വേണ്ടി പുതുവഴികളെ കൊടുക്കും. അധിക വിദൂരമല്ലാത്ത രീതിയിൽ എന്തൊക്കെ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തെടുക്കുമെന്നും ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ച, ഉടഞ്ഞു പോയത്, ചെതറിപ്പോയത്, പാഴായി പോയെന്ന് പറഞ്ഞത് നീ അത് കൂട്ടിയാലും കൂടത്തില്ലെന്ന് പറഞ്ഞ് ചെതറിപ്പോയ മൺകുടത്തെ കുശവരതെടുത്ത് പണതത് പൊന്നാക്കുന്നത് പോലെ നിന്നെ ദൈവം പൊന്നാക്കി മാറ്റുമെന്ന് ദൈവത്തിന്റെ കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തി ക്രിസ്തു യേശുവിന്റെ സ്നേഹം ഇവരോടുകൂടെ ആയിരിക്കണമേ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളെ ഇവരെ സമർപ്പിക്കുന്നു, ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. വചനത്തിനായി